ജനലക്ഷങ്ങൾ അണിനിരുന്ന മഹാറാലിയോടെ CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിച്ച നവകേരള മാർച്ചിന് തിരുവനന്തപുരത്ത് ഉജ്ജ്വല സമാപനം. സമാപന സമ്മേളനം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. ജാഥാ പ്രയാണത്തിനിടെ സംസ്ഥാനത്തുടനീളം കണ്ട ജനമുന്നേറ്റം തന്നെയാണ് ശംഖുമുഖത്തും ദൃശ്യമായത്. സമ്മേളനം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ശംഖുമുഖം ജനനിബിഡമായിരുന്നു. ചെമ്പതാകകൾ പാറിപ്പറക്കവേ ആകാശ അതിരുകളെ ഭേദിക്കുന്ന മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ ജാഥാനായകൻ പിണറായി വിജയൻ കടന്നുവന്നു. ഒപ്പം ജാഥയിലെ മറ്റ് സ്ഥിരാംഗങ്ങളും. ശംഖുമുഖത്ത് തിങ്ങിക്കൂടിയ പുരുഷാരം അങ്ങേയറ്റത്തെ ഹൃദയവായ്പോടെ ജാഥാനായകനെ വരവേറ്റു. തുടർന്ന് ചുവപ്പ് സേനാംഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ. മലയാളത്തിൻ്റെ മഹാകവി ONV ആദരാഞ്ജലി അർപ്പിച്ചാണ് നവകേരള മാർച്ചിൻ്റെ സമാപന സമ്മേളനം ആരംഭിച്ചത്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷനായി. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ S. രാമചന്ദ്രൻപിള്ള, MA ബേബി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, ജാഥയിലെ സ്ഥിരാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 3 ലക്ഷത്തിലധികം ബഹുജനങ്ങൾ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തതായാണ് കണക്ക്. തിരുവനന്തപുരം ജില്ല മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു സമാപനത്തിന്റെ ഭാഗമായ ബഹുജന സംഗമം സംഘടിപ്പിച്ചത്. ജാഥാപ്രയാണത്തിനിടെ സംസ്ഥാനത്തുടനീളം കണ്ട ബഹുജന മുന്നേറ്റം തന്നെയായിരുന്നു ശംഖുമുഖത്തും ദൃശ്യമായത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും കണ്ടതുപോലെ സമാപന വേദിയിലേക്കും ജനസഞ്ചയം ഒഴുകിയെത്തി. നേതാക്കളുടെ ഓരോ വാക്കുകളും ഹർഷാരവത്തോടെ പുരുഷാരം വരവേറ്റു. CPIMന്റെ ബഹുജനാടിത്തറ വിളിച്ചോതുന്നതായിരുന്നു അറബിക്കടലിൻ്റെ ഓരത്ത് രൂപം കൊണ്ട മനുഷ്യ മഹാസമുദ്രം. ശംഖുമുഖത്തു നിന്നും സാലി മുഹമ്മദ്. BJPക്ക് ബദലല്ല കോൺഗ്രസിന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പരസ്പരം സഹായിക്കുകയാണ് ഇരു പാർട്ടികളുടെയും നയം. വിയോജിക്കുന്നവരെ മോദി സർക്കാർ കായികമായി നേരിടുകയാണെന്നും ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് CPMന് അറിയാമെന്നും യെച്ചൂരി വ്യക്തമാക്കി. Center state relations, the question of intolerance, the question of not accepting any dissenting opinion in the country, the question of physically attacking anybody who disagrees with them. These are all tendencies of authoritarianism, and all these three aspects have combined today to try and implement the RSS vision of converting our secular democratic republic into their concept of a rabidly intolerant, fascistic Hindu Rashtra in our country, and that is the big conspiracy that is unfolding under this Modi government. ഉമ്മൻചാണ്ടി ഭരണത്തിൽ സമസ്ത മേഖലകളും തകർന്നതായി പിണറായി വിജയൻ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി തുടരുന്നത് കേരളത്തിന് അപമാനകരം. അഴിമതി ഭരണത്തിൽ സുധീരന്റെ ആദർശധീരത ഇവിടെ പോയെന്നും പിണറായി ചോദിച്ചു. ഇത്രമാത്രം ജീർണത ബാധിച്ചൊരു മനുഷ്യൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാടിന് അവമാനമല്ലേ? നമ്മുടെ എല്ലാം തലക്ക് മീതിയല്ലേ ഇത്തരമൊരു വിഴുപ്പ് ഭാണ്ഡം കിടക്കുന്നത്, ഈ മുഖ്യമന്ത്രി പദം എന്ന വിഴുപ്പ് ഭാണ്ഡം. ഉമ്മൻചാണ്ടിയോ ജീർണത ബാധിച്ചുപോയി. എന്നാൽ ഈ കോൺഗ്രസ് എന്ന പാർട്ടി അതൊരു വലിയ പാരമ്പര്യമുള്ള പാർട്ടിയാണല്ലോ. ഈ പാരമ്പര്യമുള്ള പാർട്ടി ഏറ്റവും പഴക്കമുള്ള നമ്മുടെ രാജ്യത്തെ പാർട്ടിയാണല്ലോ അത്. ഇവിടെ KPCCക്ക് നല്ല ആദർശ ധീരൻ തന്നെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്നു. വല്ലതും ആലോചിക്കാൻ കഴിഞ്ഞോ? അവിടെ ഒരു മഹതി സോണിയാഗാന്ധി പ്രസിഡൻ്റായിട്ടിരിക്കുന്നു കേന്ദ്രത്തിൽ. അവർക്കിടപെടാൻ കഴിഞ്ഞോ? വെള്ളാപ്പള്ളിയെയും കുടുംബത്തെയും ജനങ്ങൾ പിടികൂടുമെന്ന് VS അച്യുതാനന്ദൻ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന്റെ സൂത്രധാരൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് തട്ടിയെടുത്ത പണം വിദേശത്ത് സൂക്ഷിച്ചതായി സൂചനയെന്നും VS പറഞ്ഞു. 440 MP ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഇപ്പോഴുള്ളതെത്ര? 44. ഇങ്ങനെയാണ് കോൺഗ്രസ് ഉയരുന്നത്. ചില്ലിട്ട മേഖലയിൽ ആരെയാണ് ഇരുത്തേണ്ടത് എന്ന് ഞാൻ മിസ്റ്റർ ആൻ്റണിയോട് പ്രത്യേകിച്ച് ചോദിക്കേണ്ടതില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന പലർക്കും ജനങ്ങൾ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് കോലി സഖ്യം പുനഃസ്ഥാപിക്കാൻ നീക്കമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് മുന്നിലെത്തിയ സാഹചര്യത്തിൽ ഇതിനെ കരുതിയിരിക്കണം. ഉമ്മൻചാണ്ടി ഭരണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. എതിരാളികൾ പല കുതന്ത്രങ്ങളും പ്രയോഗിക്കും. അവർ ഒന്നിക്കും. കോലി മുന്നണി
1991 ഉണ്ടായതുപോലെ ഇവരെല്ലാം കൂടി ഒന്നിച്ച് ഒരവിശുദ്ധമായ സഖ്യം രൂപീകരിക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് RSSന്റെ കേരള നേതാവ് തലവൻ കോഴിക്കോട്ട് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ പോയി രഹസ്യ ചർച്ച നടത്തി. മുസ്ലിം ലീഗിനെതിരായി വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന RSS എന്തിനാണ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ പോയി ചർച്ച നടത്തിയത്? ഇത് 1991 ആ പുതിയ രൂപത്തിൽ സംഘടിപ്പിക്കുന്നതിൻ്റെ തുടക്കമാണ്. 1991 കൂട്ടുകെട്ടിന് നേതൃത്വം കൊടുത്ത BJP നേതാക്കന്മാരായ PP മുകുന്ദനെയും രാമൻപിള്ളയെയും വീണ്ടും BJPയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ 91 അവിശുദ്ധ കൂട്ടുകെട്ട് അത് മറ്റൊരു രൂപത്തിൽ പ്രാവർത്തികമാക്കി ഈ ഇടതുപക്ഷത്തിൻ്റെ മഹാമുന്നേറ്റം തടയുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട് അവർ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ ആപത്ത് കണ്ടുകൊണ്ട് ഈ കൂട്ടുകെട്ടിനെ നേരിടാൻ കഴിയത്തക്ക വിധത്തിൽ നാം ഉയർത്തെഴുന്നേൽക്കണം. JNU സമരത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി നിലപാടെടുത്തതിനെതിരെയാണ് ഭീഷണി. പാർട്ടി ആസ്ഥാനത്തേക്ക് ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെ ഭീഷണി ഫോൺ കോളുകൾ ലഭിച്ചു. ദില്ലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ഇന്നലെ ആക്രമണം നടന്നതിന് പിന്നാലെയാണ് സീതാറാം യെച്ചൂരിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഫോൺ കോളുകൾ വന്നത്. രാത്രി 10:30 മുതൽ പുലർച്ചെ 1 മണിവരെ ഭീഷണി ഫോൺ കോളുകൾ തുടർച്ചയായി വന്നു. JNU സമരത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി നിലപാടെടുത്തതിനെതിരെയായിരുന്നു ഭീഷണി. അസഭ്യവർഷവും ഉണ്ടായതായി റിസപ്ഷനിസ്റ്റ് അറിയിച്ചു. യെച്ചൂരി ചെയ്യുന്നത് തെറ്റാണെന്നും അയാൾക്ക് രാജ്യം വിട്ടുപോകേണ്ടി വരുമെന്നും ഭീഷണിയിൽ പറയുന്നു. ആം ആദ്മി സേന അംഗമെന്നായിരുന്നു വിളിച്ച ഒരാൾ പറഞ്ഞത്. പാർട്ടി ഓഫീസിലേക്ക് ആക്രമണം നടത്തിയവരും ആം ആദ്മി സേനയെന്നാണ് ഇന്നലെ സ്വയം പരിചയപ്പെടുത്തിയത്. എന്നാൽ ഇവർക്ക് പിന്നിൽ RSS ആണെന്ന് വ്യക്തം. ഭീഷണി സംബന്ധിച്ച പരാതി പാർട്ടി ആസ്ഥാനത്തിന് സമീപമുള്ള മന്ത്രിമാർഗ് പോലീസ് സ്റ്റേഷനിൽ നൽകി. ഇതേ തുടർന്ന് ദില്ലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. AKG ഭവന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബാരിക്കേഡുകളടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് നേരെ ഒരു സംഘം ആളുകൾ ആക്രമണം നടത്തിയതിനെക്കുറിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു. രാജ്യത്തെ ക്യാമ്പസുകളിൽ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിനെതിരെ പോരാടുക എന്നത് പാർട്ടി തീരുമാനമാണെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. AKG ഭവന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ BJPയും RSSും എന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. AKG ഭവന്റെ നേരെ ആക്രമണം നടത്തിയിട്ടുള്ളത് BJPയും സംഘപരിവാർ ശക്തികളുമാണ്. അവരുടെ ഈ ആക്രമണത്തെ ഞാൻ ശക്തിയായി പ്രതിഷേധിക്കുകയാണ്. ബംഗാളിൽ കോൺഗ്രസുമായുള്ള സഖ്യം PBM കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. The Bengal State Committee has discussed their situation and made certain proposals. Those proposals will come before the Politburo and the Central Committee of the party tomorrow, day after, onwards. So the decisions on this matter will be taken there. മഹാകവി ONV കുറുപ്പിന്റെ മൃതദേഹം സംസ്കരിച്ചു. ശാന്തികവാടത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് മലയാളം പ്രിയപ്പെട്ട കവിക്ക് വിട നൽകിയത്. ONVക്ക് ആദരമായി ശാന്തികവാടത്തിൽ സ്വരലയുടെ നേതൃത്വത്തിൽ ഗാനാഞ്ജലി അർപ്പിച്ചു. ശനിയാഴ്ച അന്തരിച്ച ശ്രേഷ്ഠ മലയാളത്തിന്റെ മഹാകവിയായ ONVയുടെ മൃതദേഹം അന്ന് വഴുതക്കാട്ടെ വീട്ടിലും ഞായറാഴ്ച VJT ഹാളിലും പൊതുദർശനത്തിന് വെച്ചപ്പോൾ പതിനായിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പിന്നീട് വൈകുന്നേരത്തോടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി. തിങ്കളാഴ്ച രാവിലെ മുതൽ തന്നെ വലിയൊരു ജനാവലിയായിരുന്നു തങ്ങളുടെ പ്രിയ കവിയും ഗാനരചയിതാവുമായ ONVക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. രാവിലെ 10 മണിയോടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തൈക്കാട് ശാന്തി കവാടത്തിലെത്തിയപ്പോൾ ആയിരങ്ങളാണ് ONVക്ക് യാത്രാമൊഴിയേകാനായി കാത്തുനിന്നത്. ശാന്തി കവാടത്തിൽ സ്വർലയുടെ ആഭിമുഖ്യത്തിൽ 84 ഗായകർ ചേർന്ന് ONVയുടെ പാട്ടുകൾ കൊണ്ട് ONVക്ക് ഗാനാർച്ചന നൽകി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാർ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയൻ, MA ബേബി, MLA മാർ,
മറ്റ് ജനപ്രതിനിധികൾ, സാംസ്കാരിക കലാ സാഹിത്യ രംഗത്തെ പ്രമുഖർ ഇങ്ങനെ ഒരു നീണ്ട പട്ടികയായിരുന്നു ശാന്തി കവാടത്തിൽ ONVക്ക് ബാഷ്പാഞ്ജലി അർപ്പിച്ചത്. തുടർന്ന് മകൻ രാജീവനും കുടുംബാംഗങ്ങളും ചേർന്ന് ONVക്ക് മരണാനന്തര കർമ്മം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സർക്കാർ ONVയെ യാത്രയാക്കിയത്. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം ദേശീയ പതാക പുതപ്പിച്ച ONVയുടെ മൃതദേഹം ചിതയിലേക്ക്. നിമിഷങ്ങൾക്കകം ജ്വലിക്കുന്ന അഗ്നി ONVയുടെ ശരീരം ഏറ്റുവാങ്ങുകയായിരുന്നു. ഇനി പ്രിയ കവി മരിക്കാത്ത ഓർമ്മകളിൽ. ONVയുടെ ജന്മനാടായ ചവറയിൽ കലാഗ്രാമം സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരത്ത് ONVയുടെ പ്രതിമ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ONVക്ക് ചരമോപചാരം അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മലയാളത്തിന്റെ മഹാകവി ONV കുറുപ്പിന് നിയമസഭ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മഹാകവിയെയും ഗുരുനാഥനെയും മാനവികതയുടെ മുന്നണി പോരാളിയെയുമാണ് സാംസ്കാരിക കേരളത്തിന് നഷ്ടമായതെന്ന് ONVക്ക് ചരമോപചാരം അർപ്പിച്ച സ്പീക്കർ N. ശക്തൻ പറഞ്ഞു. നന്മയുടെ വെളിച്ചവും അക്ഷര ചൈതന്യവും പകർന്നു നൽകിയ മാനവീയതയുടെ മുന്നണി പോരാളിയെയുമാണ് സാംസ്കാരിക കേരളത്തിന് നഷ്ടമായിട്ടുള്ളത്. മാതൃഭാഷയുടെ കാവൽ ഭടനായിരുന്നു ONV എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരിച്ചു. ONVയുടെ ജന്മദേശമായ ചവറയിൽ കലാഗ്രാമവും തിരുവനന്തപുരത്ത് ONVയുടെ പ്രതിമയും സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അദ്ദേഹത്തിന്റെ ജന്മനാടായ ചവറയിൽ ONVയുടെ കവിതകളുടെ ദൃശ്യാവിഷ്കാരം ഉൾപ്പെടുത്തി ഒരു കലാഗ്രാമം സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുന്നതാണ്. മനുഷ്യന്റെ വ്യഥകളെ ഹൃദയത്തോട് ചേർത്ത കവിയായിരുന്നു ONV എന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അനുസ്മരിച്ചു. പതിതന്റെയും പടവെട്ടുന്നവന്റെയും പക്ഷത്ത് നിന്ന് അഭിമാനത്തോടെ ഹൃദയത്തിൽ തട്ടി പറഞ്ഞുകൊണ്ടാണ് ONV കാവ്യവിഹായസിൽ വിഹരിച്ചത്. തുടർന്ന് കക്ഷി നേതാക്കളും ONVയെ അനുസ്മരിച്ചു. ONVയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം 11:30 നിയമസഭ സമ്മേളിച്ചിരുന്നത്. ചരമോപചാരത്തിന് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാസർകോട്ടെ CPM നേതാവായിരുന്ന C. കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ കാലിക്കടവിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ കൈരളി TV ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ വിതരണം ചെയ്തു. മീഡിയ 1 TV കോഴിക്കോട് റിപ്പോർട്ടർ M. സായികുമാർ, മാതൃഭൂമി കണ്ണൂർ യൂണിറ്റിലെ സബ് എഡിറ്റർ MS രാഗേഷ്, ദേശാഭിമാനി തൃക്കരിപ്പൂർ ഏരിയ ലേഖകൻ P. മസൂദ് എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഉള്ളടക്കവും തിരിച്ചറിയുകയും അത് ആർക്കു വേണ്ടി എഴുതി കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ വാർഷിക മാനേജ്മെന്റ് കൺവെൻഷൻ കോഴിക്കോട് ഗേറ്റ്വേ ഹോട്ടലിൽ നടന്നു. കൺവെൻഷൻ DMRC മുഖ്യ ഉപദേഷ്ടാവും മാനേജ്മെന്റ് രംഗത്തെ വിദഗ്ധനുമായ E. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ മേയർ VKC മുഹമ്മദ് കോയ, E. പ്രദീപ് കുമാർ MLA തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. DMEയുടെ വാർഷിക പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. മാനേജ്മെന്റ് രംഗത്തെ മികച്ച നേതൃത്വത്തിന് കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളിയെയും, വിദഗ്ധ സ്ഥാപനത്തിലുള്ള അവാർഡിനായി ഹൈലൈറ്റ് ഗ്രൂപ്പിനെയും, മികച്ച യുവ മാനേജറായി RG ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ RG വിഷ്ണുവിനെയും, യുവ സംരംഭകനായി അജി തോമസിനെയും, VM സുധീറിനെയും, മികച്ച വനിതാ സംരംഭകയായി റീന അനിൽകുമാറിനെയുമാണ് DMA പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. മൊബൈൽ വിപണി രംഗത്തെ 1 മില്യൺ കസ്റ്റമേഴ്സിന് സേവനം നൽകുന്ന 3G മൊബൈൽ വേൾഡ് ഉപഭോക്താക്കൾക്കായി മികച്ച ഓഫറുകൾ നൽകുന്നു. മൊബൈലുകൾക്ക് മറ്റെവിടെയുമില്ലാത്ത വിലക്കുറവാണ് 3G ഉപഭോക്താക്കൾക്കായി വാഗ്ദാനം ചെയ്യുന്നത്. ഈ മാസം 12 മുതൽ 14 വരെ 3Gയുടെ 32 ഷോറൂമിലും വിലക്കുറവിന്റെ ആനുകൂല്യം ലഭ്യമായിരുന്നു.